ഗൈസ് അങ്ങനെ വീണ്ടും ഒരു ചാമ്പ്യൻസ് ട്രോഫി നമുക്ക് കിട്ടിയിരിക്കുകയാണ് 12 വർഷത്തിന് ശേഷം. രോഹിത്തും പിള്ളേരും കൂടെ അത് അടിച്ചെടുത്തിരിക്കുകയാണ് ഇന്ന്. ലാസ്റ്റ് ജഡേജ ആ ഒരു 4 അടിച്ചതോടെ ഇന്ത്യയുടെ കയ്യിൽ ആ ഒരു ചാമ്പ്യൻസ് ട്രോഫി വന്നു. ക്യാപ്റ്റൻ എന്ന നിലയ്ക്ക് രോഹിത് ശർമ്മ തൻ്റെതായ കഴിവെന്ന് തെളിയിച്ചു. 7-4 3 6 ആണ് ടീമിന് വേണ്ടി അടിച്ചത്. അതിനുശേഷം രോഹിത് ശർമ്മയുടെ വിക്കറ്റിന് ശേഷം വന്നവരെല്ലാവരും നല്ലപോലെ പെർഫോം ചെയ്തു. അതുപോലെ തന്നെ ബോളിങ്ങിലും നല്ലപോലെ പെർഫോം ചെയ്തായിരുന്നു ഇന്നത്തെ ആ ഒരു ഫൈനൽ മാച്ചിൽ. ധോണി കഴിഞ്ഞാൽ ഇന്ത്യൻ ടീമിന്റെ ഏറ്റവും മികച്ചൊരു ക്യാപ്റ്റനായിട്ട് രോഹിത് ശർമ്മ ഇപ്പോൾ വന്നേക്കുകയാണ്. 3 ICC ട്രോഫിയാണ് ഇതുവരെ നിലവിൽ എടുത്തിട്ടുള്ളത്. അതുമല്ല 8 മാസം ആയിട്ടേ ഉള്ളൂ നമ്മളൊരു ICC ട്രോഫി എടുത്തിട്ട്. സോ ഉടനെ തന്നെ വീണ്ടും ഒരു ട്രോഫി നമുക്ക് കിട്ടിയിരിക്കുകയാണ്, ചാമ്പ്യൻസ് ട്രോഫി. ഇന്ത്യൻ ആരാധകർ, ക്രിക്കറ്റ് ആരാധകർ ഫുള്ളും ഇന്ന് ഭയങ്കര ആഘോഷത്തിലായിരിക്കും. പാകിസ്ഥാനിൽ വെച്ചിട്ടാണ് ഈ ഒരു ടൂർണമെന്റ് നടത്തിയിരുന്നതെങ്കിലും ഇന്ത്യയുടെ കളിയെല്ലാം ദുബായിൽ വെച്ചിട്ടായിരുന്നു. ഇതിന് മുന്നേ നമ്മൾ ചാമ്പ്യൻസ് ട്രോഫി നേടുന്നത് 2013 ധോണിയുടെ കീഴിലാണ്. ടോട്ടൽ 3 തവണ നമ്മൾ ചാമ്പ്യൻസ് ട്രോഫി നേടിയിട്ടുണ്ട്. അങ്ങനെ രോഹിത് ശർമ്മ ഇപ്പോൾ 5 IPL കിരീടവും അതുപോലെ തന്നെ 3 ICC ട്രോഫിയും നേടിയ ഒരു ക്യാപ്റ്റനായിട്ട് മാറിയിരിക്കുകയാണ്. സോ മികച്ചൊരു ക്യാപ്റ്റൻ തന്നെയാണ്. അതുപോലെ തന്നെ ടീമിൽ പെർഫോം ചെയ്ത എല്ലാവരും, KL രാഹുൽ ആണെങ്കിലും അതുപോലെ തന്നെ ശ്രേയസ് അയ്യർ പറയാതിരിക്കാൻ പറ്റൂല, കിടിലം പെർഫോമൻസ് തന്നെയാണ് കാഴ്ചവെച്ചത്. അടിപൊളി കളിയാണ്. അപ്പോൾ ചാമ്പ്യൻസ് ട്രോഫിയും സ്വന്തമാക്കി ഇനി IPL പോവുകയാണ്. എന്തായാലും ചാമ്പ്യൻസ് ട്രോഫി സ്വന്തമാക്കിയ ഇന്ത്യൻ ടീമിന് കൺഗ്രാറ്റ്സ്. അതുപോലെ തന്നെ ഇനിയും ഒരുപാട് ICC ട്രോഫീസ് ഇന്ത്യയിൽ വരട്ടെ. അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.